കൈവശങ്ങൾ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ചില പുരുഷന്മാരിൽ നിന്ന് സ്ത്രീവർഗങ്ങളുടെ ഉള്ളിൽ പോയ ചില കൈവശങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. പുറത്തു വരാൻ പോകുകയാണ്, പുറത്തു വരാൻ പോകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. നീ ഒരെണ്ണയും കുടിക്കണ്ട, ഒരു വെള്ളവും കുടിക്കണ്ട. യേശുവിന്റെ ആത്മാവ് ഇറങ്ങുമ്പോ വചനം പറയുന്നു, പൂർണ്ണമായത് വരുമ്പോ അംശമായത് പുറത്തു പോകും. പൂർണ്ണമായത് വരുമ്പോ അംശമായത് പുറത്തു പോകും. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ചിലതൊക്കെ പുറത്തേക്ക് വരുന്ന ഞാൻ കാണുന്നു. ചിലരെ കൗളിനകത്തുന്നത്, ചിലത് പുറത്തേക്ക് 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 യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ നിമിഷം വിടുതലെടുത്ത് പോ. നീ സൗഖ്യമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. സൗഖ്യമാക്കുന്നവന്റെ കരങ്ങളിൽ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. വളരെ ആഴമായി ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് കടന്നു വരാം കർത്താവിന്റെ കരങ്ങളിലേക്ക്. നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ. മൂന്നാം നാൾ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചപ്പോ എല്ലാവരെയും ക്ഷണിച്ച കൂട്ടിലാണ് യേശുവിനെയും ശിഷ്യന്മാരെയും കൂടി ക്ഷണിച്ചത്. ഹല്ലേലൂയ. അവിടെ ആ കല്യാണത്തിന് വീഞ്ഞ് തീരെ ഹല്ലേലൂയ തികയാതെ വരുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. വായിക്കാം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ആമേ ഞാൻ ഇതിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഇച്ചിരി ആഴത്തിൽ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഠിപ്പിച്ചിട്ട് ആത്മാവിന്റെ നിറവ് പോലെ നമ്മൾ ശുശ്രൂഷയിലേക്ക് വരും. അപ്പോൾ നമ്മളെല്ലാവരും മറിയേ 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 എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാര് ഭൂമിയിൽ കിടന്നുകൊണ്ട് മനുഷ്യനെ തെക്കോട്ടും വടക്കോട്ടും പോകുമ്പോഴൊക്കെ കേൾക്കുന്നത് മറിയ മറിയ മറിയ. എന്നാൽ യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. ശ്രീ ഹല്ലേലൂയ. ഈ ആമേൻ, ആമേൻ. ഈ മറിയ എന്ന് പറയുന്ന സ്ത്രീ ചെന്ന് യേശുവിനോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നു പോയി, അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഒരു പദം ഇതാണ്. ഹല്ലേലൂയ. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധം? ഹല്ലേലൂയ. അവിടെ ബന്ധമില്ലെന്ന് പറയുന്നു. എന്നാൽ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ മറിയയുടെ പടം വച്ച്, മാതാവിന്റെ പടം വച്ച് സേവിച്ചു കൊണ്ടിരിക്കുന്ന ഭവനങ്ങളുണ്ട്, ലോകജാതികളുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന് വേദപുസ്തക പ്രകാരം വിപരീതമല്ലയോ? ഹല്ലേലൂയ. വായിച്ചു വരുന്ന വാക്യത്തിലേക്ക് വരുമ്പോ അത് വിപരീതമല്ലയോ? യേശു എവിടെ വെച്ച് പറഞ്ഞെന്നറിയാം? യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിൽ നടക്കുന്ന അത്ഭുതം. യേശുവിന്റെ ആദ്യത്തെ പ്രവൃത്തി കാനാവിൽ കല്യാണ വീട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. അവിടത്തെ പച്ചവെള്ളത്തിന്റെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങിയതെന്ന് ഇന്ന് പൽക്കാലം വേദപുസ്തകം വെളിപ്പെടുത്തി കാണിക്കുമ്പോ എത്ര പേര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ വന്നവരുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി ആ കാനാവിലെ കല്യാണ വീട്ടിൽ നിന്ന് ആരംഭം കുറിച്ച് അവിടെ അങ്ങോട്ട് ദൈവ പ്രവൃത്തി അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുമ്പോ ഈ മറിയ എന്ന് പറയുന്ന സ്ത്രീയെ ലോകത്ത് ഒത്തിരി ലോകത്തിൽ പല ആൾക്കാര്, ലോകത്തിൽ ഒരു വിഭാഗം ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറിയയാണ്, ഇത് യേശുവിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭവനത്തിനകത്ത് സീറ്റ് കൊടുത്ത് ഭിത്തികളിൽ ഫോട്ടോകൾ വെച്ച് സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന അവിടെ ബന്ധമില്ല. സ്തോത്രം. യേശു പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് ബന്ധം? നാഴിക വന്നിട്ടില്ല. അർത്ഥം
ആവശ്യക്കാരൻ വന്നിട്ടില്ല. എന്നോട് ആവശ്യക്കാരൻ പറഞ്ഞാൽ അപ്പോഴും റെഡിയാ. എന്നോട് ആവശ്യക്കാരൻ വന്നെന്ന് പറഞ്ഞാൽ അപ്പോഴും റെഡിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ചിലര് വില കൊടുത്ത് ദുരിതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. റീബന ഹഡഗബന റീബൽഖബനഗഡകം ചുഡബ രഗനഗഡഗസിയാന വൈഡേ മനഗ രഗനഗഡഗസിയ. ദൈവാത്മാവിനോട് പറയുന്നു, ചിലർ ദുരിതം വില കൊടുത്തു വാങ്ങുന്നുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, വളരെ പ്രാർത്ഥനയോടെ കടന്നു വരിക. അപ്പോൾ ഹല്ലേലൂയ, ആമേൻ ആമേൻ, യേശു ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം, അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഹല്ലേലൂയ അവിടെ വെളിപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ യേശു പറയുകയാണ്, ഹല്ലേലൂയ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ, ആവശ്യക്കാരൻ വന്നില്ല. നാഴിക വരട്ടെ, ആവശ്യക്കാരൻ വരട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അന്നിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആമേൻ ആമേൻ പ്രവർത്തികൾ ചിലരുടെ അകത്ത് ആഴമായി കിടപ്പുണ്ട്. ആമേൻ. വൃക്ഷമാണെങ്കിൽ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും കിളുക്കും. ആമേൻ. കിളുക്കുന്ന ചില വൃക്ഷങ്ങൾ ഇന്ന് പോൽക്കാലം ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോവുകയാണ്. ആമേൻ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വെട്ടിയാലും കിളുക്കുന്ന ചില വൃക്ഷങ്ങൾ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ശക്തമായി പ്രാർത്ഥിച്ചാട്ട്, വളരെ ശക്തമായി പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില മറ നീക്കി ചിലത് പുറത്തു വരാൻ പോകുന്നു. ചില അവിശുദ്ധന്മാരുടെ ശുശ്രൂഷകൾ ദൈവാത്മാവ് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോകുന്നു. ചില ദാസിമാരുടെ ശുശ്രൂഷകൾ ദൈവാത്മാവ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. കാരണം യേശു വന്നിട്ടുണ്ട്, ഇവിടെ യേശു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. നാഥൻ വരാത്തിടത്തോളം കാലം പച്ചവെള്ളത്തിൽ അത്ഭുതം നടക്കുകയില്ല. പച്ചവെള്ളത്തിന്റെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ അത്ഭുതം അവിടെ ആരംഭിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ ആരംഭിച്ച അത്ഭുതങ്ങൾ അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കൾ പുതിയ നിയമത്തിലെ വിശ്വാസികളായി ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് കാല 2026 ഹല്ലേലൂയ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ശുശ്രൂഷകൾ പച്ചവെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് രോഗികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു സഹോദരി ഇരിക്കുന്നു. ആ സഹോദരിയുടെ വീട്ടിനകത്ത് ഒരാളിന്റെ വീട്ടിലിരുന്ന വെള്ളം പല വീട്ടിലെ രോഗികൾക്ക് സൗഖ്യമാകാൻ ഇടയായി. അവർ ഫോണിൽ കൂടി എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ഇവിടെ ഈ സാലിൽ ആരാധന ആലയത്തിനകത്തിരിക്കുന്ന ആ സഹോദരിയുടെ ഭർത്താവിന് ഒരു വയറുവേദന ഉണ്ടായിരുന്നു. പക്കത്തിരുന്ന വെള്ളം മേടിച്ച് കൊണ്ടുകൊടുത്തപ്പോ സൗഖ്യമായി. ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത വീട്ടിൽ അവരുടെ മകൻ ഒരു നെഞ്ചരിപ്പുണ്ടായിരുന്നു, അത് മാറി. അവരുടെ ഭർത്താവിന് രോഗമുണ്ടായിരുന്നു, അത് മാറി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ച് പച്ച വെള്ളത്തിൽ നിന്ന് ആരംഭിച്ച പ്രവൃത്തി ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ അവൻ വെള്ളത്തിന്മേൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിൽ വരുമ്പോൾ അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. ഇന്ന് വീഞ്ഞായ വെള്ളം കുടിക്കാൻ എത്ര പേർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, എത്ര പേർ ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. കൂടിയിരിക്കുന്ന തന്റെ ജനത്തിന്റെ കണ്ണുകൾ തുറക്കാൻ പോവുകയാണ്. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. ശക്തിയോടെ 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 ഉൽപ്പത്തി പുസ്തകത്തിൽ പച്ച വെള്ളത്തിന്റെ മേൽ ഹല്ലേലൂയ വെള്ളത്തിന്റെ മേൽ അവന്റെ ആത്മാവുണ്ടായിരുന്നു. ഇരുളിനെ ആഴത്തിലാക്കിക്കൊണ്ട് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ വരുമ്പോ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. യഹൂദന്മാരുടെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വരികയോ ദൈവ പ്രവൃത്തി അവിടെ നിന്ന് ആരംഭിച്ചു. വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീരുമ്പോഴാണ് കാര്യം ഗൗരവമാണെന്ന് മനസ്സിലാകുന്നത്. കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയപ്പെടാൻ മനസ്സാക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഒരു കാര്യം പറഞ്ഞു, ഹല്ലേലൂയ ഇവിടെ വീഞ്ഞു തീർന്നു പോയി. അതുകൊണ്ട് ഓടിച്ചെന്ന് അവിടത്തെ ഹല്ലേലൂയ വോളണ്ടിയറോ സ്റ്റാഫുകളോ ഒക്കെ ചെന്ന് മറിയയോടൊരു വാർത്ത പറയുകയാണ്, വീഞ്ഞു തീർന്നു പോയി. പുള്ളിക്കാരി പറയുന്നു, എനിക്കിത് അസാധ്യം, എനിക്കിത് അസാധ്യം. പക്ഷേ ഇതിനകത്ത് വേറെ ഒരുത്തനുണ്ട്, അവനിത് സാധ്യമാണ്. ഇതിനകത്ത് വേറെ ഒരുത്തനുണ്ട്, അവനിത് സാധ്യമാണ്. അവൻ നിന്റെ ജീവന്റെ ഉറവിടമാണ്. അവന്റെ വാക്കുകൊണ്ട് കൽപാത്രങ്ങളിൽ നിറയ്ക്കാൻ പോകുകയാണ്. അത് വീഞ്ഞായി മാറാൻ പോകുന്നു.
അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. ദൈവകൃപ പ്രാപിക്കാൻ വന്നവരുണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാലഘട്ടം വന്നുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിന്റെ ജീവിതത്തിലെ മാറാല പിടിപ്പിച്ചു, നിന്നെ മറ പിടിപ്പിച്ച് നിന്റെ പാത്രങ്ങളെ ഹല്ലേലൂയ വെറും പാത്രമാക്കാൻ ശ്രമിച്ചു കൊണ്ടുവരുന്ന ശത്രുവിനെ ഹല്ലേലൂയ തല താഴ്ത്തിക്കൊണ്ട് പാത്രത്തിനകത്ത് നിറയ്ക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. പാത്രം നിറഞ്ഞാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. കരങ്ങളെ തട്ടി മഹിമപ്പെടുത്തുകോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പാത്രം നിറഞ്ഞു. കവിയട്ടെ, കവിയട്ടെ. എനിക്ക് അഭിഷേകം വേണം, എനിക്ക് ദൈവകൃപ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ ഒന്ന് കരം പൊക്കിയാട്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വ്യവസ്ഥയോടെ മാത്രം ഹല്ലേലൂയ, വ്യവസ്ഥയോടെ നിൽക്കാൻ, വ്യവസ്ഥ അനുസരിക്കുന്നവർ, അവസ്ഥയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. വ്യവസ്ഥ ഉള്ളവർ കരം പൊക്കിയാട്ട്. ഇന്ന് പോൽക്കാലം ഞാൻ ഈ വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്ന് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോ ദൈവത്തിന്റെ വലിയ വിടുതല് ഈ ആരാധനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാണ്. വലിയൊരു വിടുതൽ ദൈവാത്മാവ് പകരാൻ പോകുകയാണ്. യഹോവയുടെ നാമത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. അത്ഭുതത്തിന്റെ പൽക്കാലമായി മാറാൻ പോകുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളായി മാറാൻ പോകുകയാണ്. യഹോവ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയത്തക്ക നിലവാരത്തിൽ യഹോവയുടെ കരം വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനങ്ങളെ കർത്താവ് ഉടച്ചു കളയാൻ പോകുകയാണ്. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാൻ പോകുകയാണ്. യഹോവ അത്ഭുതങ്ങളുടെ ദൈവമെന്ന് ആരോ പറഞ്ഞതല്ല. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു. ഉടവൽ കമാന ഇടകൽക്കനാരി റിബനെ റീവല വൈഡമന രഗനം ഘടകം ഉടമാ രഗന വൈഡേ റീവൽ കമനം ഘടകം വൈഡം ഉടമാ രഗനം വൈഡേ റീവല വൈഡം റീവൽ കമനം ഘടകം. ചിലരൊക്കെ പ്രവചിക്കുന്നത് ഞാൻ കാണുന്നു. ചിലരൊക്കെ പ്രവചിക്കുന്നു. ആരും വായി മുട്ടിയിരിക്കരുത്. അറുക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ ചുടുചോരയാൽ കഴുകൾ പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ ഇതിനകത്ത് ഉണ്ടാക്കി ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ. വായി കൊണ്ടുവന്നവർ വായി തുറന്ന് സ്തുതിക്കട്ടെ. നാവുകൾ ചലിക്കട്ടെ, കരങ്ങൾ ചലിക്കട്ടെ. ചിലത് അടിയറ വയ്ക്കുകയാണ്, ചിലത് അടിയറ വയ്ക്കുന്നു. ശത്രുവിന്റെ അടിവേര് പറയുന്നു. ശത്രു നിനക്കെതിരെ അടിച്ച കൂടാരങ്ങൾ തമ്പുരാൻ പൊളിച്ചു മാറ്റുകയാ. പുതിയ ശക്തി നിനക്ക് ലഭിക്കുന്നു. പുതിയ ശക്തി ഓരോ നാള് എന്റെ ഭാരങ്ങളെ ചുമക്കുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അവൻ കാൽവരിയിൽ യാഗമായത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി. നിന്റെ പാപത്തെ ഏറ്റെടുത്ത്, നിന്റെ വേദന ഏറ്റെടുത്ത്, നിന്നെ തകർക്കുവാൻ വന്ന ശത്രുവിനെ അവൻ കാൽവരിയിൽ തകർത്തു. സ്തോത്രം പറ, നല്ലൊരു ആമേൻ പറ. ഓ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഓ, വെൽക്കം വെൽക്കം വെൽക്കം. ഓ, നാവടങ്ങരുത്, നാവടങ്ങരുത്. ചില നാവുകൾ തീ നാവായി മാറുന്നു. ചില വായുകൾ യഹോവയുടെ വായാകുന്നു. ചില നാവ് യഹോവയുടെ നാവാകുന്നു. യഹോവയുടെ നാമം, ഓ, നിനക്കൊരു പുതിയ പേർ വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നിനക്കൊരു പുതിയ പേർ, നിനക്കൊരു പുതിയ പേർ യഹോവയുടെ വായ അരുളി ചെയ്യുന്നു. നിനക്കൊരു പുതിയ പേർ. സോറോ മോനോ സോറോ റീമോ മോനോ സോറോ സോറോ മോനോ സോറോ സൽക്കോറിയോ മോനോ സോറോ. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ദൈവത്തിന്റെ അഭിഷേകം, അഭിഷേകം ഇതിനകത്ത് ഒഴുകുന്നു. സാത്താന്റെ പ്രവർത്തികൾ അഴിയുന്നു. രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു. ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു. പൈശാചിക സ്പിരിറ്റുകൾ തകരുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ, നിങ്ങൾ രോഗമിരിക്കുന്ന സ്ഥാനത്ത് കരവെച്ച് പ്രാർത്ഥിച്ചു. രോഗാത്മാവ് കർത്താവ് എടുക്കുന്നു. രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു. എനിക്ക് കൃപാവരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാത്രങ്ങൾ നിറയാൻ പോകുന്നു. വെറും നിറവ് മാത്രമല്ല,
വന്നിട്ടുണ്ട്. ഓ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ താരയിലെന്നെ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ, ഈ താരയിലെന്നെ രുചിച്ചറിവാൻ ഇടയായതിനാളോടുമിൽ വരെയോ ഇനി എനിക്കെന്നും താൻ മതിയാളോ, ഇടയായതിനാളോടുമിൽ വരെയോ ഇനി എനിക്കെന്നും താൻ മതിയാൾ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയോ, എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയോ, ഏതോ നേരത്തിലോ എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്. അവൻ പരമവൈദ്യനാണ്. ഏത് നേരത്തും എനിക്ക് മതിയായവൻ, ഏത് സമയത്തും എനിക്ക് മതിയായവൻ ഒരുവനെ ഉള്ളൂ, ഒരുവനെ ഉള്ളൂ. അവൻ സിംഹാസനത്തിരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി പരിപാലനം നടത്തുന്ന, ന്യായം വിസ്തരിക്കുന്ന, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഭരണം ചെയ്യുന്ന ഒരുവനെ ഉള്ളൂ. അവൻ ഇമ്മാനുവേൽ. യേശുവിൻ നാമത്തിനാലേ ഹല്ലേലൂയ. വേറെ എന്ത് പഠിക്കുമോ? വേറെ എന്ത് പഠിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഒരു ഊഴിയക്കാരനാക്കി കർത്താവ് മാനിക്കാൻ പോകുന്നു. സ്തോത്രം. ഇഷ്ടമുണ്ടോ? കർത്താവിന്റെ വില ഇഷ്ടമുണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായില്ല കർത്താവിന്റെ വില എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ആമേൻ. പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആണ്. പാർട്ട് ടൈം പോരാ, ഫുൾ ടൈം കർത്താവിന്റെ വില. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവവേല. ഹല്ലേലൂയ. റെസ്റ്റ് ഇല്ലാത്ത വേല. കർത്താവിന്റെ കരം നമ്മളിൽ മേൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. വായിക്കാം, താഴോട്ട് വായിക്കാം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചു 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട് കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പൊ കർത്താവ് പാത്രത്തിന്റെ പകുതിയോളം നിറയ്ക്കാൻ പറഞ്ഞില്ല. എങ്ങനെ? പകുതിയോളം. ഒരു 6 ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ കൽപാത്രം എടുത്ത് അതിൽ എത്ര പറ കൊള്ളും? 2 or 3 പറ വീതം കൊള്ളും. ഹല്ലേലൂയ. അപ്പോ ഈ കൊള്ളുന്നത് അത്രയും അതിൽ നിറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോ പാർട്ട് ടൈം അല്ല, അല്ലെങ്കിൽ ഫുൾ ടൈം, ഫുൾ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നിറഞ്ഞ് വരുന്ന ഒരു അനുഭവം, നിറഞ്ഞ അവസ്ഥ പാത്രത്തിൽ. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പാത്രത്തിൽ നിറയ്ക്കുവാൻ പറഞ്ഞു. ആ പാത്രത്തിൽ 2 or 3 പറ വീതം വെള്ളം കൊള്ളും. ഹല്ലേലൂയ. ഈ വെള്ളം അത് വക്കോളവും വിരുന്ന് വാഴികൾ. ഹല്ലേലൂയ. ഈ ആമേൻ ആമേൻ കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ നിറയ്ക്കാൻ പറഞ്ഞു. അവർ നിറയ്ക്കുവാൻ ഇടയായി. ശിഷ്യന്മാരോട് പറഞ്ഞത് നിറയ്ക്കുവാൻ പറഞ്ഞു, നിറച്ചു. അടുത്ത പദം ഇങ്ങനെയാണ്, അത് വിരുന്ന് വാഴികൾക്ക് കൊണ്ടുപോയി കുടിപ്പീൻ. ഹല്ലേലൂയ. ഒരു ടീം കാത്തിരിപ്പുണ്ട്. ഈ വെള്ളം ഇനി അകത്ത് ചെന്നിട്ടല്ലാതെ പരിപാടി നടക്കത്തില്ല. ഹല്ലേലൂയ. പരിപാടി നല്ലതായിട്ട് നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, പരിപാടി ഹേമനായിട്ട് നടക്കണമെങ്കിൽ ഈ വെള്ളം ഇനി അകത്തു ചെല്ലണം. അവരിപ്പോ അവിടെ എല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. പക്ഷേ ഈ വീഞ്ഞ് അങ്ങോട്ട് എത്താതെ വന്നാൽ പരിപാടി അത്ര ഹേമനാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹേമനാകണമെങ്കിൽ പാത്രത്തിൽ നിറച്ച വെള്ളം അകത്തു ചെല്ലണം. അത് വെറും വെള്ളമായി ചെല്ലുകയില്ല, അത് വീഞ്ഞായി മാറാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ഇതുവരെയും പുറത്തു കിടന്ന ചില പാത്രങ്ങൾ, ഇതുവരെയും നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു കിടന്ന ചില പാത്രങ്ങൾക്കകത്ത് തമ്പുരാൻ നിറയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ ഹല്ലേലൂയ ദൈവവേല എന്തെന്ന് അറിയാത്ത ഹല്ലേലൂയ ഭൂരിപക്ഷം ജനങ്ങള്
ഭൂമിയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവവേല എന്തെന്ന് ചോദിച്ചാൽ അവർക്കതറിയാം. അവര് ഹല്ലേലൂയ, ആമേൻ, സ്വയമായി പഠിച്ച ചില പാഠങ്ങൾ പറയുന്ന ലോക ജനതയുടെ നടുവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവവേല എന്ന് പറയുന്നത് നിന്നെ അച്ചിൽ വാർത്തെടുക്കണം. കുശവൻ പാത്രത്തെ വാർത്തെടുത്തതുപോലെ നിന്നെ വാർത്തെടുക്കണം കേട്ടോ. അതാണ് ദൈവവേല. ദൈവവേല എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ വേലയല്ല, വിശ്വസ്തന്റെ വേല, വിശുദ്ധന്റെ വേല. ഹല്ലേലൂയ. വിശുദ്ധന്റെ വേല ചെയ്യാൻ നിന്നെ വാർത്തെടുക്കണം. നല്ലൊരു സെറാമിക് പാത്രമായി, നല്ലൊരു സെറാമിക് പാത്രമായി, നിന്നെ കൊള്ളാമെന്നുള്ള പാത്രമായി പാത്രശാലയിൽ ഇരിക്കുമ്പോ നിന്നെ തേടി വരാൻ, നിന്നെ ആകർഷിച്ചു വരാൻ, നിന്നെ മോഹിച്ചു വരാൻ, കൊള്ളാമെന്നുള്ള നിലവാരത്തിൽ നല്ല പാത്രമാക്കി നിന്നെ വാർത്തെടുക്കണം. വാർത്തെടുക്കണമെങ്കിൽ നല്ല കുശവന്റെ ചക്രത്തിനകത്ത് കയറണം കേട്ടോ. ചക്രത്തിൽ കയറാതെ ഒരു പാത്രം പുറത്തു വന്ന് അത് നേരെ ഇരിക്കുകയില്ല. നല്ലൊരാമയം പറ, നല്ലൊരാമയം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നല്ലൊരു പാത്രമാകണമെങ്കിൽ ചക്രത്തിൽ കയറണം. ദിവസം പറയുന്നില്ലേ, ഒരു പാത്രം അവന്റെ കയ്യിൽ നിന്ന് നിലത്തു വീണ് ഉടഞ്ഞുപോയി. നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. നോ, കളഞ്ഞില്ല. അവൻ വീണ്ടും എടുത്ത് ചക്രത്തിലോട്ട് വെക്കുകയാണ്. വീണ്ടും എടുത്ത് അവൻ ചക്രത്തിലോട്ട് വെച്ചു. കാരണം അവൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കാനുള്ള സമയം കഴിഞ്ഞത്, മെനക്കെട്ടത്. ആ പാത്രത്തെ വീണ്ടും അവൻ ഉടഞ്ഞതിനെ കളയുവാനല്ല, ചക്രത്തിലോട്ട് വെച്ചു. ഇന്ന് ചക്രത്തിലോട്ട് നീ ഒന്ന് കേറാത്തിടത്തോളം കാലം ആരും ആകർഷിക്കത്തില്ല, ആരും നിന്നെ കൊള്ളത്തല്ല, ആരും നിന്നെ അംഗീകരിക്കത്തില്ല. ചക്രത്തിൽ കയറാനിരിക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവ് നിന്നോട് ദൂത് കൈമാറുക, ദൈവാത്മാവ് നിന്നോട് പ്രവചിക്കുക. നീ ഇന്ന് ചിലത് ചക്രത്തിൽ കയറ്. ഞാൻ അതിന്റെ ടൈമിലേക്ക് വരിക. ചക്രത്തിലേക്ക് കയറ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം പ്രാപിക്കാത്ത ചില കുഞ്ഞുങ്ങൾ ഇന്ന് അഭിഷേകം പ്രാപിക്കാൻ പോകുന്നു. വെളിപ്പാട് പ്രാപിക്കാത്ത ചിലർ പരിശുദ്ധാത്മാവിൽ വെളിപ്പാട് പ്രാപിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം കൊണ്ട് ദൈവം നിന്നെ പൊതിയാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്റെ തൈലം നിന്റെ മേൽ വീഴാൻ പോകുന്നു. എത്ര പേര് പറയൂ എനിക്ക് ഈ തൈലം വേണമെന്ന്? ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അത് ഹല്ലേലൂയ, ഗിലെയാദിലെ കുഴമ്പായി, ഹല്ലേലൂയ, ആമേൻ, അനേകരെ സൗഖ്യമാക്കുന്ന അഭിഷേകത്തിന്റെ തൈലമായി മാറുമാറ് എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നീ അഭിഷേകമുള്ള പൈതലാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുപോകും. നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ഒരു രോഗശക്തി ഉണ്ട്. കാരണം അതെന്താ കാരണം എന്നറിയാമോ? ഈ ശരീരം മണ്ണായതുകൊണ്ടാ. ഇനി നിന്റെ അകത്തെ അവയവങ്ങളെ കാർന്നു തിന്നുന്ന രോഗമുണ്ട്, സാത്താന്യ പ്രവർത്തികൾ. അത് നീ അഭിഷേകമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ അപ്പോൾ വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെയാണ് പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതത്തിൽ സദൃശ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ എടുത്തു. കൽപാത്രങ്ങൾ പുറത്തു കിടക്കുന്ന പാത്രങ്ങളാണിത്. പുറത്തു കിടക്കുന്ന പാത്രം എടുക്കാനാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്. ഈ പുറത്തു കിടന്ന പാത്രത്തിലെടുത്ത് അതിൽ വക്കോളോ നിറച്ച് അതിനെ അകത്ത് കൊണ്ടുപോയി വിരുന്നുവാഴികൾക്ക് കൊടുപ്പീൻ, വിരുന്നുവാഴികൾക്ക് കൊടുപ്പീൻ. ഹല്ലേലൂയ. ഇതിന്ന് കുടിച്ചാൽ നിങ്ങൾ ഇന്ന് പകലിൽ നിറയുക തന്നെ ചെയ്യും. ഇതിന്നൊന്ന് കുടിക്കണം, ഇതിന്നൊന്ന് കുടിക്കണം, ഇതിന്നൊന്ന് കുടിക്കണം. കുടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കും. ഓ പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോറബലബല വൈഡമനഗഡഗസിയാന. ആത്മാവിന്റെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തോട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്യായ ബന്ധനങ്ങളെ കർത്താവ് ഇന്ന് പോൽക്കാലം അഴിക്കട്ടെ. ഹല്ലേലൂയ. രോഗത്തിന്റെ ശക്തികളെ അഴിക്കട്ടെ, ശാപത്തിന്റെ ശക്തികൾ അഴിയട്ടെ. ഹല്ലേലൂയ. നിന്റെ തല ഉയരട്ടെ. ഹല്ലേലൂയ. നീയോ യഹോവ എനിക്ക് ചുറ്റും മകത്തും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു. ഇന്ന് പോൽക്കാലം ചിലരുടെ തല ഉയരാൻ പോകുകയാണ്. ചിലരുടെ മഹത്വത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് മഹത്വം വേണം? എത്ര
എത്ര പേരുടെ തല ഉയരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ജയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ആത്മാവിന്റെ നിറവിൽ പുതുഭാഷകളിൽ ഓ റീവലവൈഡം മനകം രഗനം ചുടമാരകന വൈഡേ റീബൽഖബന ഹഡഗ മനഗ രഗനേ റിബനം ഘടകം വൈഡം. പരിശുദ്ധാത്മാവേ നന്ദി. അതിശക്തമായി ദൈവം നമ്മളെ വിടുവിക്കാൻ പോകുകയാണ്. അതിശക്തമായി ദൈവം നമ്മളെ പേർ ചൊല്ലി വിടുവിക്കാൻ പോകുകയാണ്. നമ്മുടെ പേർ ചൊല്ലി വിളിച്ച് ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ കൽപ്പാത്രങ്ങളിൽ നിന്ന് നിറയട്ടെ കർത്താവേ. ഇതിനകത്ത് നിറയാനുള്ള കൽപ്പാത്രങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം നിറയുവാൻ അടിയൻ യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എവരെ ഒന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ എവരെ ഒന്ന് നിറയ്ക്കണമേ. എവരുടെ അകത്ത് വീഞ്ഞ് നിറയട്ടെ കർത്താവേ. ഓ ഇത് പോരാ. വക്കോളവും നിറയട്ടെ. അത് വിരുന്ന് വാഴികൾ കുടിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ അറിയുമാറ് അത്ഭുതമാണെന്ന് തിരിച്ചറിയുമാറ് ഇത് വീഞ്ഞായി മാറാൻ എവരുടെ അകത്തുനിന്ന് പകൽക്കാല യഹോവയാകുന്ന ദൈവം നിറയ്ക്കണമേ എന്ന് അടിയൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ദൈവവേലക്കാരൻ ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ വന്നു. രണ്ട് ദൈവവേലക്കാർ വന്നു. 3 ദിവസം ഫാസ്റ്റിംഗ് നടക്കുക. ഒരാള് കേരളത്തിൽ നമ്മുടെ മഞ്ചോളാകം ഭാഗത്തുള്ള ആളാ, ഒരാള് തമിഴ്നാട്ടിലുള്ള ആളാ. രണ്ടുപേര് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥന നടക്കുന്നത് അവര് കേട്ടുകൊണ്ട് ദൈവവേല അവര് ഇങ്ങനെ ട്രാറ്റ് കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞു നടക്കുക. അപ്പോൾ അവരിങ്ങോട്ട് കയറി വന്നു. ഇതിൽ ഈ ഒരാൾ ഇത്തിരി നല്ല ആരോഗ്യം തടിയൊക്കെ ഉള്ള ആളാ, തമിഴ്നാട്ടിലെ ആള്. ആമേൻ. അവര് ആ പുള്ളിക്കാരൻ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പുള്ളി അല്പം കുനിഞ്ഞിരുന്നു. അടുത്ത വാക്ക് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ദൈവവേല ചെയ്യും, ഒരാൾ ദൈവവേല ചെയ്യത്തില്ല. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവർക്ക് കൊടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു, സ്തോത്ര കാഴ്ചയൊക്കെ കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് എനിക്ക് ഒരു ഫാൻറ്റും ഒരു വെള്ള ഷർട്ടും തരണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫാൻറ്റും ഒരു വെള്ള ഷർട്ടും കൊടുത്തു. അപ്പോൾ അടുത്തയാൾ പറയുകയാണ്, എൻ്റെ മകന് പഠിക്കാൻ ഒരു ഫാൻറ്റും ഒരു ഷർട്ടും തരണം. ഞാൻ എൻ്റെ മകൻ്റെ ഒരു ഫാൻറ്റും ഒരു ഷർട്ടും കൊടുത്തു. ഞാൻ അവർക്ക് വസ്തുവീകരണക്ക് വിഷയം കൊടുത്തു. സന്തോഷത്തോടെ അവർ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ നെയ്യാറ്റിൻകര ചർച്ചിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഒന്ന് അങ്ങോട്ട് വരണം. അപ്പോഴാണ് അടുത്ത ആൾ പറയണത്, പാസ്റ്ററെ എനിക്ക് 2 ചെരുപ്പ് വാങ്ങിച്ചു തരണം. ഞാൻ പറഞ്ഞു, ചെരുപ്പ് മേടിച്ചു തരാം, നാളെ ഞങ്ങളുടെ ഇന്ന ചർച്ചിലോട്ട് മീറ്റിങ്ങിന് വന്നു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ട്, ഈ ഉണങ്ങിയ വ്യക്തിയെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്ന സഹോദരൻ എവിടെയാ? നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ അവിടെ വെച്ച്, അതേപോലെ തന്നെ പുള്ളി വിട്ടുപോയി വിശ്വാസത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഇതാണ് ദൈവവേല. ഇതിനെയാണ് ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മോശ തന്റെ ജനത്തോട് പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ, യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീനെന്ന്. ആരോട് പറഞ്ഞു? ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, തന്റെ ജനത്തോട് പറഞ്ഞു, ഉറച്ചു നിൽപ്പീ, യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീനെന്ന്. ഇസ്രായേൽ മക്കളെ മോശ വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിറുപിറുത്തു കൊണ്ടുവരുന്ന ജനത്തെ കണ്ടിട്ട് മോശ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പദമാണിത് കേട്ടോ. ഉറച്ചു നിൽപ്പീൻ, യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഇവരാകെ കൺഫ്യൂഷനായുള്ള പദം പറയുകയാണ്. കാരണം പുറകിൽ കൂടി പറവോൻ വരുന്നുണ്ട്, പർവ്വതങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്, മുമ്പിൽ നോക്കിയാൽ ചെങ്കടലുമുണ്ട്, ഇനി ഒരു പഴുതുകളുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറഞ്ഞ് പിറുപിറുത്ത് കൊണ്ട് വരുമ്പോഴാണ് മോശ ജനത്തോട് കൊടുക്കുന്ന ഒരു ഉടമ്പടി, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. കടലിന്റെ തീരത്തെത്തുമ്പോ കടല് താണ്ടി അക്കരയ്ക്ക് പോകാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന സഹോദരി, നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ നിന്റെ മുന്നാലെ യാത്രയുണ്ട് കേട്ടോ. നിന്റെ പിന്നാലെ വരുന്നവൻ നിന്നെ തൊഴാതെ മുന്നാലെ പോകുന്നവന്റെ കരം, നിന്നെ പിടിച്ചിരിക്കുന്ന കരം, അത് വല്ലവത്വത്തിന്റെ കരമാണ്. ആ കരത്തെ തിരിച്ചറിഞ്ഞവർ ശക്തിയോടെ ആരാധിക്കുക യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. അക്കരെ നാട്ടിൽ പോകാൻ, എങ്കടൽ കടന്ന് അക്കരയ്ക്ക് പോകാൻ, പാലും തേനുമുള്ള കനാൻ ദേശത്തേക്ക് പോകാനുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പാ മോശ കേട്ടത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പിറുപിറുക്കുന്ന ജനത്തെയും വഴി നടത്തുന്ന ഒരുവൻ നിനക്ക് മുന്നാലെ വഴി നടപ്പുണ്ടെന്ന്, നിനക്ക് മീത കവിഞ്ഞൊഴുകുന്ന ദൈവസമാധാനവുമായി ഒരുവൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് പ്രസന്റ് ആണെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്ക്. ഓ, പ്രവചനം നഷ്ടപ്പെട്ടു പോയി, രോഗശാന്തി നഷ്ടപ്പെട്ടു പോയി, ഭൂതശാന്തി നഷ്ടപ്പെട്ടു പോയി, വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയി, വിവേചനം നഷ്ടപ്പെട്ടു പോയി, വ്യാഖ്യാനം നഷ്ടപ്പെട്ടു പോയി, ദർശനം നഷ്ടപ്പെട്ടു പോയി, രോഗശാന്തി നഷ്ടപ്പെട്ടു പോയി. ഈ വരങ്ങളൊന്നും എനിക്കിനി കിട്ടത്തില്ല. ഞാൻ ഏതോ സ്ഥലത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു, ആരോ എന്റെ വരങ്ങളെ കൊള്ളയിട്ടു, കവർന്നു കൊണ്ടുപോയി, എന്റെ ഫലത്തെ കൊള്ളയിട്ട് കൊണ്ടുപോയി, എന്റെ നന്മകളെ തിന്നുകൊണ്ടുപോയി. വെട്ടനും തുള്ളന് എന്റെ തളിരിനെ വെട്ടിയെടുത്തു. അതിന് തളിർ വയ്ക്കത്തില്ല, അതിന് ഫലമുണ്ടാകത്തില്ല എന്ന് ലോകം നിനക്കെതിരെ രേഖ എഴുതി വച്ചിരിക്കുമ്പോ പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി കരുതുന്നതാകിയ നിന്റെ സകല ചിന്താകൂലവും അവന്റെ മേലിട്ട് കൊള്ളുക. അധരങ്ങൾ ചലിക്കട്ടെ, അധരങ്ങൾ ചലിക്കട്ടെ, അധരങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, മസ്കറ്റിലെ സലാല എന്ന് പറയുന്ന ഭാഗത്ത് ഒരു പൗലൂസച്ചായനുണ്ട്. 42 വർഷമായി, ഇന്നേക്ക് 45 വർഷത്തിന് പുറത്ത് കഴിഞ്ഞു. 42 വർഷമായി ഞങ്ങൾ അവിടെ ചെന്ന് വിളിക്കുമ്പോൾ പുള്ളി അവിടെ ആ ഏരിയയിൽ താമസിക്കുകയാണ്. ഇവിടെ സലാല, സലാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം പോലെ ഒരു ഇന്ത്യ പോലൊരു സ്ഥലമാണ്, ഇന്ത്യ പോലൊരു സ്ഥലമാണ് സലാല. അവിടെ വാഴയുണ്ട്, കപ്പയുണ്ട്, അമേൻ, ഒത്തിരി ഫലങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ നൂല് വലിച്ചതുപോലത്തെ മഴച്ചാറ്റിലുമുണ്ട്. സ്തോത്രം. ആമേൻ. അവിടെ ഇയ്യോബിന്റെ സ്ഥലം കല്ലറയ്ക്ക് അമേനോ ഉള്ള സ്ഥലമാണ് ഈ സലാല. അമേൻ. അപ്പോ ഈ പൗലൂസച്ചായനെ വിളിച്ചപ്പോ പൗലൂസച്ചായൻ പറഞ്ഞ ഒരു വാക്ക്, അങ്ങനെ കുറെ എണ്ണത്തിന് ഒരു 10 പൗലൂസച്ചായന്മാര് ജനിച്ച നല്ല ബന്ധക്കോസുകാർ മാത്രമേ വേലയ്ക്ക് വരത്തുള്ളൂ. നല്ല ബന്ധക്കോ. എന്റെ മോനോട് ചോദിച്ചു നോക്കി പറഞ്ഞു തരും. പൗലൂസച്ചായനെ വിളിച്ചപ്പോ പൗലൂസച്ചായൻ പറഞ്ഞ വാക്കെന്നാന്നറിയാമോ? കുറെ മുറി വചനവും കൊണ്ട് കുറെ ബന്ധക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല വചനം അറിയാം, മുറി വചനവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറയണ, ഇന്ത്യയിൽ അങ്ങനെ കുറെ എണ്ണം വന്നെങ്കിൽ ദൈവവേല എന്തെന്ന് കുറെ എണ്ണം പഠിക്കും, പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ഓ, ഈ വഴി ഇടുക്കം, ഈ വഴി ഞെരുക്കം, കൂട്ടുകാർ സഹായികൾ ചുരുക്കം. അവിടെ നല്ല പ്രവാചകൻ ചെയ്യുന്ന ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. അവിടെ കൂലിപ്പണിക്കാരുടെ ശുശ്രൂഷയില്ല, VIP-മാരുടെ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് VIP-മാരുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഹൈടെക് ഫാമിലി, വലിയ ഫാമിലിയാണ്. പുള്ളിയുടെ ഭാര്യ അവിടുത്തെ കോളേജ് ലെക്ചറൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് മീറ്റിംഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനങ്ങ് ഫോൺ വെച്ചു. സെക്കൻഡിനുള്ളിൽ അടുത്ത് കോള് വരുന്നുണ്ട്. യേശു ഗദരദേശത്ത് പെയ്യതുപോലെ ശുശ്രൂഷയുണ്ടെങ്കിൽ പെട്ടി എടുത്തോണ്ട് ഒരാഴ്ചത്തെ മീറ്റിംഗിന് ഇഞ്ഞ് വാ. പിടികിട്ടിയ ഇതാണ് സുവിശേഷം. ഇങ്ങനെ മാത്രമേ ബന്ധക്കോസിൽ വരാകൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാത്തത് പതര കളപ്പരയെ കൊണ്ടിട്ടാ നിന്റെ കളപ്പര ശൂന്യം, അത് പാഴായി പോകും. അങ്ങനെ ശുശ്രൂഷയ്ക്ക് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ നിന്നിടത്തുനിന്ന് 1200 കിലോമീറ്റർ പോകണം. ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഞാൻ മോനുമായി യാത്ര പുറപ്പെട്ടു. ഈ 1200 കിലോമീറ്റർ യാത്രയ്ക്കകത്ത് ബസ് ഒരു സ്ഥലത്താണ് നിർത്തിയത്. പ്ലെയിനിൽ ഇരുന്നത് പോലെ പോകാം, എല്ലാം സൂപ്പറായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അച്ചായൻ കാറ് കൊണ്ട് വന്നു. ഞങ്ങൾക്ക് വിശ്രമിക്കാൻ എടുത്ത് വന്ന റൂമിലേക്ക് കിടന്നു പോയി. രാത്രിയാണ് മീറ്റിംഗ്. അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അച്ചായൻ എൻ്റെ മോനോട് പറയല്ലേ, സ്തോത്രം, 6 പാട്ട് പാടണം. ഞാൻ പറയണം, നിങ്ങൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ പോകണം. ഇങ്ങനെ ഉള്ളിടത്ത് പെയ്യാ വരേണ്ടത് വരും, ബാക്കിയുള്ളത് അവിടെ തീരും. സ്തോത്രം. സുവിശേഷം പഠിച്ചിട്ട് തന്നെ വരും, അല്ലല്ലേ? 6 പാട്ട് പാടണം. 4 പാട്ട് ഇരുന്ന് പാടണം. 2 പാട്ട് ഒക്കെ മൂവാക്കി ഞാൻ ഇങ്ങോട്ട് മൈക്കൊക്കെ തന്നു. ഹല്ലേലൂയ. AC കെട്ടിടത്തിനകത്താ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. അവിടുത്തെ ആരാധന നല്ലൊരു പ്രവാചകനാണ് നടത്തുന്നത്. ആരാധനയൊക്കെ അങ്ങോട്ട് മീറ്റിംഗ് ഒക്കെ പ്രസംഗിച്ച്
ആമേൻ. ഞാൻ അങ്ങോട്ട് ഇച്ചര ഒന്ന് മൂവായി വന്നപ്പോൾ ഞാൻ നോക്കിയ പൗലൂസ് അച്ചായൻ കെട്ടണം പൊളിക്കാൻ തുടങ്ങണം. ചാട്ടം തുടങ്ങി. എൻ്റെ ഈ മുമ്പിലിരുന്ന വിശ്വാസികളൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങോട്ട് ഛർദിച്ചൊക്കെ ഓരോന്നിന്റെ അകത്തൊന്നും ഇങ്ങോട്ട് കൈവശങ്ങളൊക്കെ വന്നു. എൻ്റെ മൊബൈലിൽ നോക്കിയാൽ കാണാമായിരുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ. അകത്ത് കിടന്നവനും പുറത്തിരുന്നവനും എല്ലാത്തിനെയും കർത്താവ് അങ്ങ് തൊട്ട് അഭിഷേകത്തിന്റെ മാരി അങ്ങോട്ട് ഇറങ്ങി. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാഹ എന്തെന്ന് അവർ അറിയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഞാൻ പറയുന്നു ഇതേപോലെ നിങ്ങളോട് പറയണം, ഇങ്ങനെ സുവിശേഷ വേലയിൽ വന്നവരാണ് പെന്തക്കോസ്തുകാര്. കുറെ മുറി വചനവും കൊണ്ട് ഇറങ്ങി നടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ, ആമേൻ, ആകെ ഒരു ഞെട്ടല് സ്വാഭാവികം മനുഷ്യന് വരും. സ്തോത്രം. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ദൈവകൃപയാൽ ദൈവം അനുഗ്രഹിച്ച ശുശ്രൂഷ നടന്നു. പൗലോസ് ചായൻ പിന്നെ കാറിൽ ഞങ്ങളെ കൊണ്ട് യാത്രയൊക്കെ ചെയ്തു. അവിടെ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ അതിനകത്തൊരു നായർ ഫാമിലിയിൽ നിന്നൊരു വ്യക്തി രക്ഷിക്കപ്പെട്ടവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഞങ്ങളെ വിളിച്ച് ഏറ്റവും നല്ലൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഹോട്ടലിൽ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെ വിസ ഞാൻ പുതുക്കി തരും, നിങ്ങൾ ഇപ്പോൾ പോകരുത്, ഇവിടെ നിൽക്കണം. അല്ലേലിയ, നമ്മൾ പറഞ്ഞു അത് പിന്നെ പറയും. അല്ലേലിയ, ഞങ്ങൾ കിടന്നു പോയി ഫുഡൊക്കെ അവിടെ നിന്നാണ് മറ്റേ അല്ലേലിയ, ആമേൻ ആമേൻ, ഇവിടുത്തെ എന്തോ ഒരു പേര് പറഞ്ഞ സാധനമുണ്ടല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷവർമ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കഴിച്ച് ഇവിടത്തെ പോലത്തെ ഹല്ലേലൂയ പുഴുവരിച്ചതല്ല, നല്ലതാണ് അവിടെ കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കഴിച്ച് തൃപ്തരായി ഞങ്ങൾ അങ്ങനെ ഒരാഴ്ച കർത്താവിന്റെ ദാസനുമായിട്ട് മീറ്റിംഗ് ചെയ്തു. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിച്ചു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഹല്ലേലൂയ മസ്കറ്റിൽ ഹല്ലേലൂയ ആമേൻ സഗത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്നാണെന്നറിയാമോ? ഇതേപോലൊരു വാക്ക് കേട്ടാൽ മാത്രമേ ചിലത് മാനസാന്തരപ്പെടത്തുള്ളൂ. മാനസാന്തരപ്പെടാത്ത ഇവിടെ ഈ കേരളത്തിനകത്തും ഇന്ത്യക്കകത്ത് ഹല്ലേലൂയ കുറച്ച് ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കേസുകൾ കിടന്നിട്ട് ഹല്ലേലൂയ സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ നേരെ പറയാൻ അറിയാതെ കിടക്കുന്ന ചിലതിനെ തമ്പുരാൻ വാർത്തെടുക്കണമെങ്കിൽ നീ കടലും കരയും താണ്ടി അക്കരയ്ക്ക് എത്തണം കേട്ടോ. അവിടെ വെച്ച് തന്നെ പഠിപ്പിക്കും തമ്പുരാൻ. അവിടെ നിന്ന് പഠിച്ച ഒത്തിരി പേരെ ഞങ്ങൾ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ, ഇവിടെ 7 ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യും, 7 ഭാഷ പ്രസംഗിക്ക്. അവിടെ ചെന്നപ്പോൾ വീട്ടിൽ വരാൻ ടിക്കറ്റ് എടുക്കാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന പലരെയും കണ്ടപ്പോൾ ആത്മാവിന്റെ ഫലം എന്തെന്ന് തിരിച്ചറിയാൻ തമ്പുരാൻ ഒരുക്കാനിടയായി. ആത്മാവിന്റെ ഫലം എന്തെന്ന് അറിയാൻ തമ്പുരാൻ ഒരുക്കി. അതേപോലെ ദൈവിക ശുശ്രൂഷ വെളിപ്പെടണം. ഹല്ലേലൂയ. ഉടനെ തന്നെ ഇനി ഏരിയയിൽ നിൽക്കണം, ഞങ്ങളുടെ വീടൊക്കെ എടുത്ത് തരാൻ പാടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഒരു വ്യക്തി, ഒരു ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ആമേൻ ആമേൻ ആരാധനയ്ക്ക് വന്നു. ഈ സഹോദരൻ തികച്ചും മദ്യപാനിയാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ ഇങ്ങനെ ഓണത്തിനൊക്കെ 4 കുപ്പി 7 കുപ്പി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഞാൻ പറഞ്ഞ ഈ കുപ്പി എടുത്തിട്ട് സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ഓ റിബാല ഹമാസിയാനയ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. കർത്താവിന്റെ കൃപയാൽ സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ ഏരിയയിൽ അടുത്ത് ഒരു ദൈവദാസൻ മാത്രമാണ് ഇവിടെ അഭിഷേകമുള്ള ഒരാൾ വന്നിട്ടുള്ളത്. ഹല്ലേലൂയ, PV ആശാരി. രണ്ടാമത് വന്നത് നിന്റെ പപ്പ. കേട്ടോ, നിന്റെ പപ്പ. ഹല്ലേലൂയ. ഓ റീസസ്. ഹല്ലേലൂയ പറ. അഭിഷേകത്തിന്റെ വില കണ്ടോ? അഭിഷേകത്തിന്റെ വില കണ്ടോ? ഏത് രാജ്യത്ത് പോയാൽ അഭിഷേകത്തിന് വിലയുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് PV ആശാരി അവിടെ പോയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇന്ന് പൽക്കാലം അഭിഷേകത്തോടെ നീ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കൽപാത്രങ്ങളിൽ നിറച്ചത് അകത്തുപോയി വിരുന്നുപാഴികൾക്ക് കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. വായിക്കാം, എടുത്തവർ വായിച്ചോ. വക്കോളവും നിറച്ചു, ഇപ്പോൾ കോരി വിരുന്നുവാഴികൾക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. യഹോവയാകുന്ന ദൈവം പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞിട്ടില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ചതിന് ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്.
നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. യേശു ഇതിന് ഇത് അടയാളങ്ങളുടെ ആരംഭമായി. സ്തോത്രം. അടയാളങ്ങളുടെ ആരംഭമായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അടയാളങ്ങൾ